ഹായ്, എല്ലാവർക്കും മനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാം. വളരെ എളുപ്പത്തിൽ വളരെ കുറച്ച് സമയം കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈസ് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായി കഴുകി വെച്ചിരിക്കുന്നതാണ്. ഇതുപോലെ 3 ചെറിയ ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കിതിനെ കട്ട് ചെയ്യാം. ആദ്യം ഇത് ഞാൻ 3ആയിട്ട് കട്ട് ചെയ്യുവാണ്. ഒരുപാട് തിന്നാക്കരുത് കേട്ടോ, കനം കുറഞ്ഞു പോകരുത്. ഇതുപോലെ 3 പീസാക്കാം. ഈ ഒരു കനത്തിന് കട്ട് ചെയ്തെടുക്കണം. തീരെ കനം കുറഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം കട്ട് ചെയ്തെടുക്കാം. ഇതിനെ ഓരോന്നും നമുക്ക് നീളത്തിന് കട്ട് ചെയ്യാം. ഏകദേശം ഒരു 1 ഇഞ്ച് കനമുള്ള പീസുകളായിട്ട് കട്ട് ചെയ്താൽ മതി. ഇതുപോലെ ഇത്ര കനമുള്ള പീസുകളായിട്ട് കട്ട് ചെയ്ത് വയ്ക്കാം. ഉരുളക്കിഴങ്ങെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനി ഒന്നും കൂടി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതായിട്ടൊന്ന് കഴുകാം. ഇതിനകത്ത് കുറച്ച് സ്റ്റാർച്ച് ഉണ്ടാവും. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കഴുകുന്നത്. അപ്പോൾ സ്റ്റാർച്ചോട് കൂടി നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അത് അത്ര ക്രിസ്പി ആയിട്ട് കിട്ടത്തില്ല. നന്നായി കഴുകി മാറ്റി വയ്ക്കാം. ഇനി ഇതിനകത്ത് നിറയെ വെള്ളം ഒഴിച്ച് കുറച്ച് നേരം നമുക്കിതൊന്ന് മാറ്റി വെക്കണം. അപ്പം ഈ ഉരുളക്കിഴങ്ങ് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഒരു 15 മിനിറ്റ് നമുക്കിത് മാറ്റി വയ്ക്കാം. കുറച്ച് കൂടുതൽ സമയം ഇരുന്നെന്ന് വിചാരിച്ച കുഴപ്പമില്ല, പക്ഷേ മിനിമം 15 മിനിറ്റ് എന്തായാലും വെക്കണം. ഇനി ഈ ഫ്രൈസ് നമ്മൾ ഒരു മാവ് ഉണ്ടാക്കി അതിനകത്ത് മുക്കിയാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ആ മാവ് ഉണ്ടാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കാം. പുട്ടുപൊടിയല്ല, തരിയില്ലാതെ പൊടിച്ച അരിപ്പൊടി വേണം. പിന്നെ 2 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ചേർക്കാം. നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലോർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, മൈദയും അരിപ്പൊടിയും മാത്രം ചേർത്താലും മതി. പക്ഷേ കോൺഫ്ലോർ ചേർത്താൽ ഫ്രൈസ് കുറച്ചും കൂടി ക്രിസ്പി ആയിട്ട് കിട്ടും. ഇതിനകത്ത് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുക്കാം. കുറച്ച് ലൂസായിട്ടുള്ള മാവായിരിക്കണം. അതായത് നമ്മളൊരു അപ്പത്തിൻ്റെ മാവൊക്കെ ഉണ്ടാക്കില്ലേ, അതിനേക്കാളും ഒരല്പം കൂടി ലൂസായിരിക്കണം. അതായത് നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് ഇതിനകത്ത് മുക്കിയെടുക്കുമ്പം വളരെ തിന്നായിട്ടുള്ളൊരു ലെയർ മാത്രമേ അതിൻ്റെ പുറത്ത് വരാവുള്ളൂ. ഒത്തിരി കട്ടിയുള്ള ഒരു കോട്ടിങ് വരരുത്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് കഴിക്കുമ്പം ഇങ്ങനെ ഒരു കോട്ടിങ് അതിനകത്ത് ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റരുത്. ആ ഒരു രീതിയിൽ, ആ ഒരു പരുവത്തിനുള്ള മാവായിട്ട് കലക്കിയെടുക്കാം. ഇതുപോലെ നമ്മളത് മുക്കിയെടുക്കുമ്പോൾ വളരെ ചെറിയൊരു കോട്ടിങ് അതിൻ്റെ മുകളിൽ വരത്തുള്ളൂ. അപ്പോൾ ഈ മാവ് റെഡി ആയിട്ടുണ്ട്. നമുക്കത് മാറ്റി വയ്ക്കാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. ഈ സമയത്ത് ഞാനൊരു പാത്രത്തിൽ നിറയെ വെള്ളം എടുത്തിട്ട് അടുപ്പിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. തിളയ്ക്കരുത്, നന്നായിട്ട് ചൂടായാൽ മതി. വെള്ളം ഇതുപോലെ ഒന്ന് ചൂടായി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിനകത്ത് നേരത്തെ വെള്ളത്തിൽ ഇട്ട് വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. എപ്പോഴും തീ കുറച്ച് വെക്കണം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് തിളയ്ക്കാൻ പാടില്ല. വെള്ളം നല്ല ചൂടായി കിടന്നാൽ മതി. ഉരുളക്കിഴങ്ങ് ചെറുതായിട്ടൊന്ന് വേവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഒരുപാട് വെന്ത് പോകാൻ പാടില്ല. അതിൻ്റെ പച്ചപ്പൊന്ന് മാറിയാൽ മതി. ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആവണം. അപ്പോൾ ഇതുപോലെ ഒരു 4 അല്ലെങ്കിൽ 5 മിനിറ്റ്, മാക്സിമം 5 മിനിറ്റേ വേവിക്കാവുള്ളൂ. ചെറിയ തീയിലിടണം, തിളയ്ക്കരുത്. നല്ല ചൂട് വെള്ളത്തിൽ ഇതുപോലെ ഒരു 5 മിനിറ്റ് കിടന്നാൽ മതി. അതിനുശേഷം നമുക്കത് പെട്ടെന്ന് തന്നെ ഈ വെള്ളത്തിൽ നിന്ന് മാറ്റണം. ഇപ്പോൾ ഇതിട്ടിട്ട് 5 മിനിറ്റ് ആയി. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇനി ഉടനെ തന്നെ നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് വെള്ളത്തിൽ നിന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഒരുപാട് വെന്ത് പോരുത് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരെണ്ണം ഞാൻ എടുത്ത് കാണിക്കാം. ജസ്റ്റ് ഒരെണ്ണം ഇങ്ങനെ മുറിച്ച് നോക്കുമ്പോൾ കണ്ടോ, ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. ഇങ്ങനെ ആവുമ്പം പിന്നെ നമുക്ക് ഫ്രൈ ചെയ്യാൻ എളുപ്പമാണ്. നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്ത് മാറ്റാൻ പറ്റും. ഉരുളക്കിഴങ്ങ് വേവാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒരു സമയം കൊണ്ട് പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടും എണ്ണയിലിടുമ്പോൾ. പിന്നെ ഒരു കാര്യം, ഇതുപോലെ വേവിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫ്രീസ് ചെയ്ത് വെക്കാം. ചെറിയ സിപ്ലോ കവറിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതി. ആവശ്യമുള്ള സമയത്ത് പെട്ടെന്ന് തന്നെ എടുത്ത് നമുക്ക് ഫ്രൈസ് ഉണ്ടാക്കാൻ പറ്റും. ഇതിപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് നമുക്കിത് മാറ്റി വെക്കാം. ഇതിൻ്റെ ചൂടൊന്ന് മാറിയതിന് ശേഷം ബാറ്ററിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കാം.
ഇതൊന്ന് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച മാവിൽ മുക്കിയിട്ട് ഇത് ഫ്രൈ ചെയ്യാം. ആദ്യം ഒരെണ്ണം നിങ്ങളൊന്ന് കോട്ട് ചെയ്ത് നോക്കണം കേട്ടോ, മാവിലൊന്ന് മുക്കി നോക്കണം. അപ്പം അതിന് കട്ടി കൂടുതലാണ്, അതായത് കുറച്ച് കട്ടിയുള്ള കോട്ടിംഗ് ആണെന്ന് തോന്നുവാണെങ്കിൽ മാവിലോട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കണം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ വളരെ തിന്നായിട്ടുള്ളൊരു ലെയർ മാത്രമേ പാടുള്ളൂ. അപ്പോൾ ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഈ ഉരുളക്കിഴങ്ങ് മുങ്ങിക്കിടക്കാനുള്ള അത്രയും എണ്ണ വേണം, തീരെ കുറഞ്ഞു പോകരുത്. നല്ല ചൂടായി കിടക്കുന്ന എണ്ണയിലോട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് മാവിൽ മുക്കി ഇട്ട് കൊടുക്കാം. എപ്പോഴും ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. നല്ല ചൂടോടുകൂടി തന്നെ ഫ്രൈ ചെയ്താലേ അത് ക്രിസ്പി ആവത്തുള്ളൂ. എണ്ണയ്ക്ക് ചൂട് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം ഈ എണ്ണയിൽ ഉരുളക്കിഴങ്ങ് കിടന്നിട്ട് അത് ക്രിസ്പിയായി കിട്ടത്തില്ല. പിന്നെ ഇത് ഇട്ട ഉടനെ തന്നെ ഇളക്കരുത് കേട്ടോ. ഇതിൻ്റെ മുകളിൽ ചെറിയൊരു കോട്ടിംഗ് ഇല്ലേ, മാവുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇട്ട ഉടനെ തന്നെ ഇളക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിങ്ങനെ ഇളകി പോരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം ഒന്ന് കഴിഞ്ഞിട്ട് ഇളക്കിയാൽ മതി. ഇതിനി പതുക്കെ ഇളക്കി കൊടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ല ക്രിസ്പിയായി ചെറിയൊരു ഗോൾഡൻ കളർ പോലെ ആയി വരുന്ന സമയം വരെ ഫ്രൈ ചെയ്യാം. അതുപോലെ തന്നെ ആദ്യം ചിലപ്പോൾ 2-3 എണ്ണമൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും, പുറത്ത് മാവുള്ളത് കാരണം. അത് കുഴപ്പമില്ല, നന്നായി ഫ്രൈ ആയി കഴിയുമ്പോൾ തനിച്ച് തന്നെ നമുക്കതങ്ങ് ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയി വരുന്നത് വരെ ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇത് കണ്ടോ, നല്ലൊരു ചെറിയൊരു ഗോൾഡൻ കളർ പോലെ വരാൻ തുടങ്ങി, നല്ല ക്രിസ്പിയും ആയിട്ടുണ്ട്. ഇത് ഏകദേശം റെഡിയാണ്. ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് സ്പൂൺ വെച്ച് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ അതങ്ങ് ഇളകിപ്പോരും. ഇത് കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇത് മാറ്റിയിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തു. ഇനി ഈ ചൂടോടുകൂടി തന്നെ ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഒരുപാട് വേണ്ട, ഒരു 1/4 ടീസ്പൂണൊക്കെ മതിയാവും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ടില്ലേ. ഇത് കഴിക്കുമ്പം ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു മാവിൻ്റെ കോട്ടിംഗ് ഉണ്ടെന്ന് അറിയാനേ പറ്റില്ല. നമ്മൾ സാധാരണ ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. വളരെ ഈസി ആയിട്ട് നമുക്കിങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് ഫ്രൈസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള അടിപൊളി ഫ്രഞ്ച് ഫ്രൈസ് റെഡിയാണ്. നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമുക്ക് അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.